നമസ്കാരം. കേരള പോലീസ് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വന്നെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ 10 കൊല്ലങ്ങൾ പിണറായി വിജയന്റെയും ശിങ്കിടികളുടെയും ടൂളായി പ്രവർത്തിക്കേണ്ട ഗതികേടിലായിരുന്നു കേരള പോലീസ്. പക്ഷേ ഭരണമാറ്റം ഉറപ്പായതോടെ പോലീസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വേണം പറയാൻ. അർജുൻ ആയങ്കി പാർട്ടിയുടെ കണ്ണൂരിലെ ഗുണ്ട, സ്വർണം പൊട്ടിക്കൽ, ലഹരിമരുന്ന് ഇടപാട്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ അഴീക്കോട് കപ്പക്കടവ് മുൻ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അർജുൻ ആയങ്കി. ലഹരി ഇടപാട് തുടങ്ങിയതോടെ പാർട്ടി അർജുനെ പുറത്താക്കിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അർജുൻ പാർട്ടി വിട്ടില്ല. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സമൂഹ മാധ്യമത്തിലൂടെ വെല്ലുവിളിയും ഭീഷണിയുമായി വിരാജിക്കുകയായിരുന്നു ആയങ്കി. ആ അർജുൻ ആയങ്കിയെ ഇന്നലെയാണ് കോതമംഗലത്ത് വെച്ച് കൂട്ടാളികളോടൊപ്പം കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അയാളെ ഇപ്പോൾ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കൂട്ടുകാരൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് കോതമംഗലത്ത് എത്തിയത് എന്നാണ് അർജുൻ പറയുന്നത്. എറണാകുളത്തെ കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷിൻ്റെ സംഘത്തിലുള്ള ചിലരും അർജുനോടൊപ്പം കോതമംഗലത്തെ ആഡംബര റിസോർട്ടിൽ നിന്ന് പിടിയിലായിട്ടുണ്ട്. അവരെയും 3 ആഡംബര വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു. രഹസ്യ വിവരം കിട്ടിയതുകൊണ്ടാണ് കോതമംഗലം പോലീസ് പുന്നേക്കാട്ടുള്ള റിസോർട്ടിലെത്തി അർജുനെ പൊക്കിയത്. മുമ്പായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. അർജുനെ സംരക്ഷിക്കാൻ പാർട്ടി നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ പോലീസിൻ്റെ നിലപാടും മാറി. ഭരണമാറ്റം ഉറപ്പായതോടെ പോലീസ് അവരുടെ ജോലി ഭംഗിയായി ചെയ്തു തുടങ്ങി. വോട്ടെണ്ണുന്നതിൻ്റെ തലേ ദിവസം തന്നെ അർജുൻ കണ്ണൂരിൽ നിന്ന് കോതമംഗലത്തെത്തിയത് കല്യാണത്തിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞാൽ അന്തങ്ങൾ പോലും വിശ്വസിക്കില്ല. അതും മരട് അനീഷിൻ്റെ ഗ്യാങ്ങിനോടൊപ്പം. കണ്ണൂരിൽ നിന്ന് അർജുനും സംഘവും കോതമംഗലത്ത് വന്നെങ്കിൽ അതിന് വ്യക്തമായിട്ട് ഉള്ള ഒരു കാരണമുണ്ടാകും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെയാണ് 1976 SFIയിലൂടെ ജീവിതം തുടങ്ങിയ സംവിധായകൻ രഞ്ജിത്തിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് ജയിലിലടച്ചത്. അതിനു മുമ്പ് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സർക്കാരിൻ്റേത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയില്ലായിരുന്നു. ഇപ്പോൾ രഞ്ജിത്ത് ഒന്ന് ഒതുങ്ങി, മയപ്പെട്ടു. ജാമ്യത്തിലിറങ്ങിയ രഞ്ജിത്ത് അജ്ഞാതവാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സമാനതകളില്ലാത്ത വേട്ടയാടലുകളാണ് പോലീസിനെ ഉപയോഗിച്ച് പിണറായി വിജയന്റെ ശിങ്കിടികൾ നടത്തിയത്. സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നേതാക്കളുടെയും അഴിമതികളും കൊള്ളരുതായ്മകളുമെല്ലാം തുറന്നുകാട്ടിയതിൻ്റെ പേരിലാണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ കൊല്ലാക്കൊല ചെയ്തത്. നവകേരള സർക്കിട്ടിനിടയിൽ പ്രതിഷേധിച്ചതിനാണ് യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചത്. പോലീസിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ അകന്നു പോയൊരു കാലം കൂടിയായിരുന്നു കഴിഞ്ഞ പിണറായി കാലം. ബംഗാളിലെ പോലെ സമാന്തരമായൊരു പോലീസ് സംവിധാനം ഉണ്ടാക്കിയെടുക്കാനാണ് CPM ശ്രമിച്ചത്. അത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ ചുമന്നുകൊണ്ട് നടക്കാൻ തന്നെ 100 കണക്കിന് പോലീസുകാർ വേണം എന്നതായി അവസ്ഥ. കൊടുക്കുന്ന പരാതികളിൽ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പരിഹാരം കാണാത്ത അവസ്ഥയുണ്ടായി. സാധാരണക്കാരൻ്റെ അഭയകേന്ദ്രങ്ങളാണ് പോലീസ് സ്റ്റേഷനുകൾ. പക്ഷേ സാധാരണക്കാരൻ അങ്ങോട്ടേക്ക് അടുക്കാതായി. പോലീസിനും രക്ഷയുള്ള ഒരു കാലമായിരുന്നില്ല പിണറായി ഭരണകാലം. ചാലക്കുടിയിൽ പൊതുനിരത്തിലിട്ട് നിതിൻ പുല്ലൻ എന്ന SFI നേതാവ് പോലീസ് വാഹനം തല്ലി തകർത്തു. അവനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് CPM പ്രാദേശിക നേതാക്കൾ രക്ഷപ്പെടുത്തി. പിന്നീട് അവനെ കാപ്പ ചുമത്തി നാട് കടത്തിയത് അജിത ബീഗം എന്ന വനിതാ ACPയുടെ ചങ്കൂറ്റം കൊണ്ട് മാത്രമാണ്. നിതിൻ പുല്ലനെ അറസ്റ്റ് ചെയ്ത SIക്കെതിരെ ഹസൻ മുബാറക് എന്ന SFI നേതാവ് പരസ്യമായിട്ടാണ് പൊതുനിരത്തിൽ വെച്ച് കൊലവിളി നടത്തിയത്. അവൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയാത്ത തരത്തിൽ നിസ്സഹായരായിരുന്നു പോലീസ്. ഗുരുതരമായ കൃത്യവിലോപവും അഴിമതിയും ചെയ്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച പിണറായി സർക്കാർ നിസ്സാര കാരണങ്ങളുടെ പേരിൽ സാധാരണക്കാരായ നിരവധി താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ചിലരെ സസ്പെൻഡ് ചെയ്തു, ചിലരെ സർവീസിൽ നിന്നു തന്നെ പുറത്താക്കി. ഭരണമാറ്റമുണ്ടാകുമ്പോൾ പോലീസും മാറും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ. അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് അതിൻ്റെ തെളിവായിരിക്കാം.